എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കണത് 4 kg മാവ് എന്ന് പറഞ്ഞിട്ട് ഒരു വർഷം മുമ്പ് നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ച മാവിന്റെ അടുത്താണ്. അപ്പൊ ഒരു വർഷം മുമ്പ് ഞാൻ ഈ മാവ് നടണ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇപ്പൊ ഇത് മാവ് കായ്ച്ചിട്ട് ഒരു മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാനാണ് ഇന്നത്തെ എന്റെ വീഡിയോ. കണ്ട 4 kg മാവ് എന്ന് പറഞ്ഞ് മേടിച്ചു വെച്ച മാങ്ങയാണ് ഈ കാണുന്നത്. ഇത് ഒരു 100 gram പോലും ഇല്ല ഈ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. നമ്മ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഒരു മാവും തൈയൊക്കെ വെക്കണ. കണ്ട നല്ല വലിയ മാങ്ങയുടെ പടമൊക്കെ ഉള്ള ടാഗൊക്കെ ഒട്ടിച്ച മാവായിരുന്നു. അപ്പൊ ഈ മാവും തൈ നട്ടപ്പ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരാണ് എന്നോട് ഇതിന്റെ തൈ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഞാൻ തൈ ആർക്കും കൊടുത്തിരുന്നില്ല. എന്താന്ന് വെച്ചാല് ഞാനിത് നഴ്സറിയിൽ നിന്ന് മേടിച്ചു വെച്ചേക്കണാണ്. എനിക്കറിയില്ലല്ലോ ഇത് എങ്ങനത്തെ മാങ്ങയൊക്കെ എഴുന്നുള്ളത്. പക്ഷെ നമ്മ നഴ്സറികളിൽ നിന്നൊക്കെ ഇപ്പൊ മാവും തൈകളും ഫലവൃക്ഷങ്ങളൊക്കെ മേടിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം അവര് ടാഗ് അടിച്ചു വെച്ചാൽ മാവൊന്നും അല്ല നമുക്ക് കിട്ടണത്. മാങ്ങയൊക്കെ ഉണ്ടായി കഴിയുമ്പോ നമുക്ക് എന്ന് വെച്ചാല് അത്യാവശ്യം നല്ല മാങ്ങാന്നൊക്കെ വിചാരിച്ചായിരിക്കും നമ്മ മേടിച്ചു വെക്കണത്. ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു മാവ് എന്ന് പറഞ്ഞാൽ 4 വർഷമൊക്കെ വേണ്ടി വരും കായൊക്കെ ഉണ്ടാകാനായിട്ട്. അപ്പൊ നമ്മ അതുവരെയും അതിനെ സംരക്ഷിച്ച് കഴിയുമ്പോഴായിരിക്കും മാങ്ങ ഉണ്ടാവുമ്പോ ആ മാങ്ങ അല്ലെന്ന് അറിയുമ്പോ അപ്പൊ നഴ്സറിയിൽ നിന്ന് നമ്മ മാവും തൈയോ ഫലവൃക്ഷമോ ഒക്കെ മേടിക്കുമ്പോ നമുക്ക് അറിയാവുന്ന നഴ്സറികളിൽ നിന്ന് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. കാരണം ഇത് തന്നെ ഇപ്പൊ ഞാൻ തൃശ്ശൂർ മണ്ണുത്തിലുള്ള ഒരു പ്രസിദ്ധമായ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. എന്നിട്ടാണ് നമ്മ ഇങ്ങനെ പറ്റിക്കപ്പെട്ടത്. അപ്പൊ കണ്ട ഇതാണ് സ്ഥിതി. അപ്പൊ നമുക്ക് ഒന്നാമത് തന്നെ നമ്മുടെ കാലാവസ്ഥക്ക് യോജിച്ച മാവിന്റെ ഇനങ്ങളൊന്നും അല്ല ഇത്. കാരണം ഇതിനപ്പടി വച്ചപ്പോ തുടങ്ങി രോഗങ്ങളും കീടങ്ങളും ആയിരുന്നു. ഇത് നിറച്ച് ഫ്ലവറൊക്കെ ചെയ്ത് നിറച്ച് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നാണ്. നമ്മ അത് കുറെ മാങ്ങകളൊക്കെ കൊഴിഞ്ഞു പോയതാണ്. എന്നിട്ട് ഞങ്ങ ഈ രോഗങ്ങളൊക്കെ വന്നിട്ട് കീടങ്ങളൊക്കെ മീലിബഗും ഭയങ്കര കീടങ്ങളുടെ ശല്യം വരുന്നു. അങ്ങനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് നിർത്തിയിട്ട് ഒരൊറ്റ കൊമ്പ് അത്രേ നിർത്തിയുള്ളൂ. എന്നിട്ട് ഇപ്പൊ രണ്ടാമത് തളിർത്ത് വന്നേക്കണാണ്. അപ്പൊ നമ്മിപ്പോ വേറെ മാവും തൈ അതുമല്ലി ബഡ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ നിർത്തിയേക്കണേണ്. അപ്പൊ ഇതാണ് സ്ഥിതി. നമ്മ നഴ്സറിയിൽ നിന്നൊക്കെ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ മേടിക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഈ 4 kg മാവെന്നൊക്കെ പറയുമ്പോ 4 kilo വരെ ഉള്ള മാങ്ങ എന്ന് പറഞ്ഞിട്ടാണ് തന്നത്. അപ്പൊ നമുക്ക് 1/2 kilo എങ്കിലും ഉണ്ടായാൽ മതി ഒരു മാങ്ങ. പക്ഷെ ഇതൊരു 100 gram പോലും ഇല്ല. എന്തായാലും ഇത് വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വിളവെടുത്ത് മാങ്ങ എങ്ങനെയുണ്ട് നോക്കിയതായാലും. അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം കേട്ടാ. കണ്ട നല്ല പഴുത്തിട്ട് നല്ല കളറൊക്കെ റെഡ് കളറൊക്കെയാണ്. കണ്ട പിന്നെ ഈ മാവ് ഇത് വച്ചപ്പോ തുടങ്ങി ഇങ്ങനെ ഫ്ലവർ ചെയ്യുമായിരുന്നു. മാങ്ങയൊക്കെ ഒരുപാട് ഉണ്ടാവണ എന്തായാലും എന്നോണ്. പക്ഷെ വളരെ ചെറിയ മാങ്ങയാണ്. കണ്ട എല്ലാവരും നല്ല മണമുണ്ട് ഈ മാങ്ങക്ക്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് മാങ്ങ കട്ട് ചെയ്യാം. അപ്പൊ ഞങ്ങക്ക് നോമ്പായതുകൊണ്ട് നമ്മുടെ മാസിമോനാണ് ഇത് ടേസ്റ്റ് ചെയ്യണത്. അപ്പൊ നമുക്ക് മാസിമോനിക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ട നല്ല മണമൊക്കെ ഉണ്ട് മാങ്ങ. 4 kg അല്ലെങ്കിലും കണ്ട നല്ല കളറൊക്കെ ഉണ്ട്. മാങ്ങൊക്കെ നല്ലതാന്ന് എനിക്ക് തോന്നാണ്. കണ്ട മാസിമോനെ ഇത് കഴിച്ചു നോക്കിയേ എങ്ങനെയുണ്ട്? മധുരണ്ടാ? നല്ല മാങ്ങയാണാ? ടേസ്റ്റ് ഉണ്ടാ? ഇഷ്ടപ്പെട്ടാ? അപ്പൊ നമ്മുടെ മാസിമോ മാങ്ങ തിന്നോണ്ടിരിക്കണേണ്. അവൻ പറയണത് ടേസ്റ്റ് ഒക്കെ ഉണ്ട് മധുരമൊക്കെ ഉണ്ടെന്നാണ്. അപ്പൊ നോമ്പ് തുറക്കുമ്പോ നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ കണ്ട നല്ല ഉള്ളിലൊക്കെ നല്ല നല്ല കളറൊക്കെയാണ്. കണ്ട നാരൊക്കെ കുറവുള്ള മാങ്ങയാണ്. നല്ല സ്മെല്ലുള്ള മാങ്ങയാണ് ട്ടാ. എന്നാ കഴിച്ചോ, ഒന്നോട് കഴിച്ചോ. ഇഷ്ടപ്പെട്ടല്ലേ? അപ്പൊ മാവ ദയവിടെ നിർത്തല്ലേ നമുക്ക്. അപ്പം മാങ്ങയൊക്കെ വിളവെടുത്ത് അപ്പൊ നമ്മ നഴ്സറിയിൽ നിന്നൊക്കെ മാവും തൈയൊക്കെ മേടിച്ച് വെക്കുമ്പോ എല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് നല്ല വിശ്വാസമുള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ മാവും തൈയൊക്കെ മേടിച്ചു വെക്കാൻ പാടുള്ളൂ. കാരണം മാങ്ങ നല്ലതാണെങ്കിൽ കൂടിയും അവര് പറഞ്ഞ് തന്നെ മാങ്ങയല്ലല്ലോ നമ്മളെ പറ്റിക്കാനുള്ള ചെയ്യണത്. അവർക്കും അറിയില്ല ഇതേത് മാങ്ങയെന്നുള്ളത്. അപ്പൊ എല്ലാവരും നല്ല നഴ്സറികളിൽ നിന്നൊക്കെ മാത്രം, നിങ്ങൾക്ക് അറിയാവുന്ന നഴ്സറികളിൽ നിന്നൊക്കെ മാത്രം മാവൊക്കെ മേടിച്ചു വെക്കുക. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.